സകല മഹത്വവും എൻ്റെ ദൈവത്തിന് മാത്രം കൊടുക്കുന്നു. ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ പ്രവൃത്തി മാത്രമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നത്. നിങ്ങളേവരും ശ്രദ്ധിക്കാവൂ. ഇന്നത്തെ വചനത്തിൻ്റെ മുമ്പിൽ അടിയനെ വീണ്ടും താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്നത്തെ വചനം കേട്ടപ്പോൾ അഭിഷേക വചനം, രാവിലത്തെ വർഷിപ്പ്, ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, നമ്മൾ ഒരു വർഷിപ്പിന് വന്നാൽ പാട്ട് കഴിഞ്ഞിട്ട് വരാം. ഒത്തിരി പേര് ഞാനങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. വചനം മതിയല്ലോ, വർഷിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ചെന്നാൽ മതിയെന്നല്ല. നമ്മൾ വീട്ടിൽ നിന്നും ഒരുക്കത്തോടെ വരിക. വർഷിപ്പിൽ തുടങ്ങുമ്പോൾ അതിൽ നമ്മൾ ലയിക്കുക. പാട്ട് നമ്മൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഓരോ ബോണ്ടേജ് അഴിഞ്ഞുകൊണ്ടിരിക്കും. വചനത്തും കൂടെ വരുമ്പോൾ അത് പൂർത്തീകരണത്തിലേക്ക് വരും. അല്ലെങ്കിൽ അത് ഹാഫായിട്ട് അവിടെ നിൽക്കും. ആ ഒരു വലിയ സത്യം ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കി. ഇന്നത്തെ വചനം കേട്ടപ്പോൾ എന്നെ ഒരു കാര്യം കർത്താവ് ഓർപ്പിച്ചത്, നമ്മൾ പ്രവചനം കേൾക്കും. നേരെ ഞാനും ഒത്തിരി ദൈവദാസന്മാർ പ്രവചനം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെയും ആരും പറഞ്ഞിട്ടില്ല ഞാൻ പുസ്തകം എഴുതുമെന്ന്. കർത്താവ് മാത്രമാണ്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മാത്രം ചെയ്യിപ്പിച്ചതാണ് ഈ പുസ്തകങ്ങൾ. രണ്ടാമത് ഇന്ന് ഓർക്കുകയായിരുന്നു, നമുക്ക് പ്രവചനങ്ങൾ കേൾക്കുമ്പം ചിലരെ ജോസഫിനെ പൊട്ടക്കുഴി കാണിച്ചില്ല, എൻ്റെ ജീവിതത്തിലെ പല പല പ്രയാസങ്ങൾ കാണിച്ചില്ല. പക്ഷേ ഇന്ന് എനിക്കറിയാം, അന്നത് ആരും വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ലെന്ന് എൻ്റെ ദൈവത്തിനറിയായിരുന്നു. അതുകൊണ്ടാണ് ആരിലൂടെയും അത് വെളിപ്പെടുത്താഞ്ഞത്, കർത്താവ് തന്നെ. അപ്പം ഞാനിതെല്ലാം പറയുന്നത് നമ്മൾ അവരവരുടെ ജീവിതത്തിൽ ഒന്ന് ശോധന ചെയ്ത് അങ്ങനെ ആ രീതിയിൽ എടുക്കണം. അപ്പം മനസ്സിലാവും കർത്താവിന് വലിയ പദ്ധതിയാണ്. ആ ഒരു പ്രയാസത്തിലൂടെ കടത്തിവിട്ട് നമ്മുടെ ദൈവം ആരെന്ന് നമ്മിലൂടെ കാണിക്കുവാൻ, അത് മറ്റുള്ളവരോട് പകരുവാൻ. ആ മറ്റേ എണ്ണ പകർന്ന ലേഡി ഒരു ഭരണിയേ ഉള്ളായിരുന്നു, അത് കൊണ്ടുവരാൻ പറഞ്ഞു. അനേക പാത്രങ്ങൾ നിറച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ ആ ദൈവദാസൻ വന്നിട്ട് അത് പറഞ്ഞില്ലല്ലോ, നമുക്കത് സഹിക്കാൻ വയ്യ. സഹിക്കാവുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സഹിക്കാവുന്നതേ നിനക്ക് തരികയുള്ളൂ, അതിൻ്റെ കൂടെ പോക്കുവഴി തരും. അപ്പം സഹിക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ ആരും പറയാത്തത് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അറിയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം അറിയാതെ ആർക്കും ഒന്നും സംഭവിക്കില്ല. ഞാനൊരു പേപ്പർ തന്നിട്ടുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും കൂടെ. ആദ്യത്തെ രണ്ടാമത് അവിടെ ദൈവമേ നിന്നറിവാലേ, ആ പാട്ടൊന്ന്. ദൈവമേ നിന്നറിവാലേ ഹൃദയം നിറയ്ക്കുകേ, നീവനാമേൻ കൃപയാലെ. കോപ്പിത്ത സോറി, ഞാൻ വെച്ചിട്ടുണ്ട്, തപ്പിയിട്ട് കാണുന്നില്ല. ദൈവമേ നിന്നറിവാലേ ഹൃദയം നിറയ്ക്കുകേ, ജീവനാമിൻ കൃപയാലെ ആത്മകൺ തുറക്കുകേ, ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം കത്യൻ സമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. ഒരു ബാലൻ തൻ്റെ പാത നിർമ്മലമാക്കിടുവാൻ കരുതേണം നിൻ പ്രമാണം കാത്തു സൂക്ഷിപ്പാൻ. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം
കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. തേടിയോരോ ശലോമോനും ഈ നിക്ഷേപം ദർശനേ നേടിക്കാർത്തൻ സുപ്രസാദം കേട്ടു താൻ രഹസ്യപ്പേ. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. ദൈവഭക്തർക്കടിസ്ഥാനം സത്യത്തിൻ പ്രകാശനം ജീവശക്തിയഭിന്ദാനം സത്യത്തിൻ പ്രകാശനം. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. നടക്കുമ്പോളിടറാവേ ജ്ഞാനം കാൽകൾ സൂക്ഷിക്കും. കിടക്കുമ്പോൾ കൈവിടാതെ ചുറ്റും കാവൽ നിന്നിടും. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. മണ്ണും പൊന്നും നീങ്ങിപ്പോകും കണ്ണിൻ മോഹം നീങ്ങുമേ. വിണ്ണിൻ ദാനം ആത്മജ്ഞാനം നിലനിൽക്കുമെന്നുമേ. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. ദൈവമേ നിൻ വെളിപ്പാടിൽ ആത്മാവേന്നും നൽകുകേ. നിൻ പ്രകാശം അവകാശം ആക്കുവാൻ തന്നരുൾക. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്റ്റാൻഡ് സ്റ്റാൻഡ്. ഈ പുസ്തകത്തിൻ്റെ കാര്യം എല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ ഈ 4 പുസ്തകം കർത്താവ് ചെയ്യിപ്പിച്ചു. ആദ്യത്തേത് കംപ്ലീറ്റ് ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ മാത്രമായിരുന്നു ആദ്യത്തെ പുസ്തകം. അത് രണ്ടാമത്തെ പുസ്തകത്തിൽ അതിൻ്റെ 7 വാചനം വീതം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ എഡിഷൻ പിന്നെ എടുത്തില്ല. രണ്ടാമത് ചെയ്യിപ്പിച്ചത് പൂർണ്ണജയാളി. എനിക്ക് കർത്താവ് എപ്പോഴും ടൈറ്റിലാണ് തരുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടൻസ് ചെയ്യാൻ പറയും. അങ്ങനെയാണ് എനിക്ക് കർത്താവ്
ആ വിഷയം തരുന്നത്. അങ്ങനെ ടൈറ്റിൽ തരും, അത് തുടങ്ങാൻ ആ ശബ്ദം നമുക്ക് നന്നായി മനസ്സിലാകും, അങ്ങനെ ചെയ്യും. പക്ഷേ ആദ്യത്തെ 3 പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ടൈറ്റിൽ തരും, അതിൻ്റെ കണ്ടൻസ് കർത്താവ് ചെയ്യിപ്പിക്കും. എനിക്ക് എൻ്റെ ഓൺ ടൈം എനിക്ക് എടുക്കാമായിരുന്നു, ടൈം ലിമിറ്റ് ഇല്ലായിരുന്നു. 3 പുസ്തകവും ഞാൻ കുവൈറ്റിലിരുന്ന് ചെയ്തു, നാട്ടിൽ വന്ന് ബൈൻഡ് ചെയ്തു. അങ്ങനെ അത് ആ എനിക്കൊരു ഇതുമില്ല. പക്ഷേ ഈ 4ാമത്തെ പുസ്തകത്തിൻ്റെ പ്രത്യേകത, ഞാൻ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പാസ്സായത്. 45 വർഷം ആകുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് 40 വർഷത്തിന് എന്ന് വെച്ചാൽ ഇവിടുന്ന് 5 വർഷം മുൻപ് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ വലിയൊരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാണ് ഈ ഒരു ഗെറ്റ് ടുഗദർ അവർ വെച്ചത്. 1 വർഷമായിട്ട് ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആലോചിച്ച് അങ്ങനെ ഒരു ഡേറ്റ് തീരുമാനിച്ചത്. കാരണം എല്ലാവരും റിട്ടയർ ആയിട്ട് അവരവരുടെ മക്കളുടെയൊക്കെ കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിന് 1 വർഷത്തിൽ കൂടുതൽ വേണം അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഞാനും സന്തോഷിച്ചു, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയില്ല, ഈ പ്രാവശ്യം പോകാമല്ലോ എന്ന്. അങ്ങനെ കുറച്ച് മാസങ്ങൾ അങ്ങനെ പോയി. എന്നാൽ കഴിഞ്ഞ ഈ ജാനുവരിയിൽ ഞാൻ ചിന്തിച്ചോ 45 വർഷം കഴിഞ്ഞ് കാണാൻ ഗേൾസ്, ഞങ്ങൾക്ക് ലേഡീസ് ഹോസ്റ്റലിൽ ഇടയ്ക്ക് ഗെറ്റ് ടുഗദർ ഉണ്ട്, അതുകൊണ്ട് ഗേൾസും ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. മറ്റവരെ ആരെയും കണ്ടിട്ടില്ല. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് 45 വർഷം കഴിഞ്ഞ് നമ്മുടെ കൂടെ പഠിച്ചവരെ കാണുന്നതിൻ്റെ അത്രയില്ല. അപ്പം ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പം ഞാൻ ഓർത്ത് അവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ബുക്കുണ്ടല്ലോ, അതിൻ്റെ പ്രിൻറ്റും തീർന്നിരിക്കുക, 2 ബുക്കിൻ്റെ പ്രിൻ്റ് എടുത്ത് ഞാൻ അവർക്ക് എൻ്റെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോവാം. ഞാൻ മാത്രമേ ഉള്ളൂ ഹൗസ് വൈഫായിട്ടിരുന്നത്. ബാക്കി എൻ്റെ കൂടെയുള്ളവരെല്ലാം വളരെ ഹൈ പൊസിഷനിൽ റിട്ടയറായി സന്തോഷത്തോടെ താമസിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തു. അങ്ങനെ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ഞാൻ ചിലരോട് ഡെസിഗ്നേഷൻ ചോദിക്കും, നിങ്ങൾ റിട്ടയറായ. അങ്ങനെയാണ് ഞാൻ ഓരോരുത്തരുടെ പൊസിഷൻ, ISRO, ബാർക്ക്, ONGC, പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിലല്ല, അങ്ങനെ ആ ഒരു രീതിയിൽ. അപ്പം ഞാൻ ഉടനെ ഓക്കെ, എന്നാൽ 2 പുസ്തകത്തിൻ്റെ പ്രിൻ്റ് എടുക്കാം. ഉടനെ എന്നോട് കർത്താവ് ചോദിച്ച ചോദ്യം, പുതിയതൊന്നുമില്ലേ, ഇപ്പം പിടിച്ച മീൻ ഒന്നുമില്ലേ? നേരെ ആ 15 വർഷം മുന്നാണ് ലാസ്റ്റ് പുസ്തകം എഴുതിയത്. എനിക്ക് മനസ്സിലായി, ദൈവശബ്ദം ഞാൻ തിരിച്ചറിയും, അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ തിരിച്ചറിയാറുണ്ട്. ഞാൻ അപ്പം ആലോചിച്ചു, ദൈവമേ എങ്ങനെയാ ടൈറ്റിൽ എനിക്ക് തന്നു, ഇന്നർ സർക്കിൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് ഒരു പോർഷൻ വേണം. എൻ്റെ കൂടെ പഠിച്ചവർക്ക് തന്നെയും കുറച്ച് പേർക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ. എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ ഇതിന് മുന്നേ ചെയ്ത 3 പുസ്തകവും കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കൂ, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് അടുത്ത ചിന്ത വന്നു. അപ്പോഴത്തേക്ക് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗ് നെക്സ്റ്റ് വെനസ്ഡേ 17th 18th സെപ്റ്റംബറാണ്. അപ്പം ഞാൻ ബൈൻഡ് ചെയ്യുന്ന പയ്യനോട് ചോദിച്ചു, എന്നിത് തന്നാൽ? പയ്യനോടെ പറഞ്ഞു, അമ്മാമ്മ ഓഗസ്റ്റ് 20 തരണം. കർത്താവ് എന്നെ അവിടെ ഇരുത്തി. ഞാൻ ചിന്തിച്ചു, അപ്പം അതുവരെ ദൈവം തരുന്നത് പകർത്ത്. അതാണ് ഈ ബുക്കിൻ്റെ പ്രത്യേകത. എനിക്ക് എൻ്റെ പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് ചെയ്യാം, ഇത് മാറ്റാം, ഇങ്ങനെയൊന്നും എനിക്ക് ദൈവം സമയം തന്നില്ല. അതിൻ്റെ കൂടെ എന്നോട് കർത്താവ് പറഞ്ഞു, ഇതുപോലാണ് കർത്താവിൻ്റെ വരവ്. നമുക്ക് എക്സാം എഴുതുമ്പോൾ ടൈം ടേബിൾ തരുമില്ലേ, നമ്മൾ സ്റ്റഡി ലീവ് ഉണ്ട്, പഠിക്കും. കർത്താവിൻ്റെ വരവിനി അങ്ങനല്ല, ഏറ്റവും വാതുക്കലായിരിക്കുന്നു. എണ്ണ 5 പേരെടുത്തു, 5 പേരെടുത്തില്ല. അതുകൊണ്ട് ഏത് നിമിഷവും എന്നോട് നീ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയും, ഏത് നിമിഷവും കർത്താവ് വരാം, നമ്മൾ റെഡിയായിരിക്കുക. അയ്യോ ഞാൻ അത് നോക്കിയില്ല, അല്ലെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ പഠിക്കുമ്പോൾ റിവൈസ് ചെയ്തില്ല എന്ന് പറയാൻ നമുക്ക് ഒരവകാശവുമില്ല. ബി റെഡി. അതാണ് അതിൽ നിന്നും അത് കർത്താവ് മനസ്സിലാക്കി. വേറൊരു വലിയ സത്യം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷമാണ് ഫ്രണ്ട്സിൻ്റെ ആ റിലേഷൻഷിപ്പ്. അപ്പം അതിനകത്ത് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, നോർമൽ ഫ്രണ്ട്സ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. അങ്ങനെ ചിന്തിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ കർത്താവും സഭയെയും കമ്പയർ ചെയ്തിരിക്കുന്നത് ഭാര്യ-ഭർത്ത ബന്ധം വെച്ച്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു, ഇന്നല്ല വർഷങ്ങളായിട്ട്.
അതിനെ പേരൻസിനെയും ചിൽഡ്രനെയും വെച്ച് പറയാത്തത്? എന്താണ് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഏറ്റവും വലിയ സ്നേഹം? ഹസ്ബൻഡ് ആൻഡ് വൈഫ് സ്നേഹ ബന്ധമാണ്. നമുക്കറിയാം, അത് വിശദീകരിക്കേണ്ട. അപ്പം ഇന്ന് നമ്മൾ ഏറ്റവും കാണുന്നത് താറുമാറായ ഫാമിലി ലൈഫാണ്. അപ്പോൾ എന്നോട് കർത്താവ് പറയാൻ പറഞ്ഞത്, ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പേരൻസ് ആൻഡ് ചിൽഡ്രൻ, ഇവരെല്ലാവർക്കും ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ നമുക്കുണ്ടായാൽ ഒരിക്കലും അത് തകരത്തില്ല. അത് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ മുറുകെ പിടിച്ചാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് സഭയെയും കർത്താവിനെയും ഭാര്യ ഭർത്താവ് ആ ബന്ധത്തിൽ വന്നത്. അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിവാഹം കഴിഞ്ഞവരുണ്ട്, പ്രായമായ കുഞ്ഞുങ്ങളുണ്ട്. അത് നിങ്ങൾ എയിം ചെയ്യണം. ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കണം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടാകുവാനായിട്ട് കർത്താവ് എല്ലാവരെയും ഇടയാക്കട്ടെ. ഞാൻ ഒരു പാട്ടുകൂടെ ഉണ്ട്, അത് നമുക്ക് പാടണം. അതിന് മുന്നേ ഒരു 7 വാക്യം നമ്മുടെ സഭയ്ക്ക് വേണ്ടി പാസ്റ്റർ പറഞ്ഞു. ഈ പുസ്തകങ്ങൾ പൂർണ്ണജയാളി ആദ്യം 3000 പിന്നെ 2000 കോപ്പീസ് പ്രിൻ്റ് ചെയ്തു. അത് സമ്പൂർണ്ണ സഖി 1000, ഒന്നിനും പൈസ ഇട്ടിട്ടില്ല. ഈ പ്രാവശ്യം കർത്താവ് എന്നോട് പറഞ്ഞതാണ്, നീ അതിന് വിലയിടണം. ഒരു തുച്ഛമായ ഓരോ പുസ്തകത്തിനും 100 രൂപ പാസ്റ്റർ പറഞ്ഞല്ലോ. അതെന്നെ ചിന്തിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്നെ വചനത്തിലൂടെ അല്ലാതെ കർത്താവ് ഒന്നും ഇന്ന് വരെയും ചെയ്യിപ്പിച്ചിട്ടില്ല. സമാഗമന കൂടാരം പണിയാൻ നേരം മോശ എല്ലാവരോടും പറഞ്ഞു, 18 വയസ്സ് മേലെയുള്ളവരൊക്കെ ഇത്ര ശേഖല് അങ്ങനെ. അപ്പം എന്നെ ടച്ച് ചെയ്തത് സ്ത്രീകൾ, അവരുടെ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെ കൊണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അന്ന് ഭയങ്കര വിലയുള്ള കണ്ണാടിയൊക്കെ ആയിരിക്കും. സമാഗമന കൂടാരം പണിയാൻ പൊന്നെ ഇതെല്ലാം വേണമായിരുന്നല്ലോ. അപ്പം സ്ത്രീകൾക്ക് പറ്റിയത് അതെല്ലാം കൊണ്ടുവന്നു. അപ്പം അതുകൊണ്ട് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ദേവദാസിനോട് പറഞ്ഞു, പാസ്റ്റർ എനിക്കല്ല, ആ ബുക്ക് മുഴുവൻ മറ്റേതെല്ലാം കൊടുത്തത് ഫ്രീ ആണ്. കൊണ്ടുപോയവരോട് പറഞ്ഞു, നിങ്ങളൊരു വില ഇട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നു, നിങ്ങൾ സുവിശേഷ വിലയ്ക്ക് വേണ്ടി യൂസ് ചെയ്തോളുക. ഈ പുസ്തകം ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും. ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കുക വചനമാണ്. അതുകൊണ്ട് ആ സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം അനുഗ്രഹിക്കും. സന്തോഷത്തോടെ മേടിക്കണം. കർത്താവ് നമ്മുടെ സഭയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക ബന്ധനം അഴിഞ്ഞിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അത് കർത്താവ് എനിക്ക് വ്യക്തമായി എന്നോട് സംസാരിച്ചതാണ്. മോശ ഇങ്ങോട്ട് പറഞ്ഞു, അതാ എന്നെ ചിന്തിപ്പിച്ചത്. അത് ആ ഭാഗം പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അറിയാം. മോശ പറഞ്ഞു, മതി, ഇനി നിങ്ങൾ കൊണ്ടുവരണ്ട. ഇന്ന് ഏതേലും ഒരു സഭയെ നമ്മൾ കേട്ടിട്ടുണ്ടോ മതി നിങ്ങൾ ഇനി ചർച്ച തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെയാണ് എന്നെ ടച്ച് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ സഭയിലുണ്ടാവാനായിട്ട് ധാരാളം കൊണ്ടുവന്നത് വേണ്ടതിലും അധികമായിരുന്നു എന്നാണ് വചനം പറയുന്നത്. ആ ഒരവസ്ഥ നമ്മുടെ സഭയ്ക്കും നമ്മുടെ പേഴ്സണൽ ഫാമിലി ലൈഫിലും ഉണ്ടാകട്ടെ. അനാവശ്യമായ ഒരു ചെലവും വരാതിരിക്കാൻ കർത്താവിനുള്ളത് കർത്താവിന് നമുക്ക് കൊടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ കൂടെ എല്ലാവരും ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യണം. ഞാനാകുന്നു യഹോവ, അത് തന്നെയാകുന്നു എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുവനും എനിക്കുള്ള സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ആദ്യമേ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിപ്പീൻ. അതോടൊപ്പം ഉണ്മാനും ഉടുപ്പാനും പാർപ്പാനും ലഭിക്കും. നിഷ്കളങ്കനായി നടക്കുക, നീതി പ്രവർത്തിക്കുക, സത്യം സംസാരിക്കുക, പരദൂഷണം പറയാതെ ഇരിക്കുക, അയൽക്കാരനോട് ദോഷം ചെയ്യാതെയും അപമാനം വരുത്താതെയും ഇരിക്കുക, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുക. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന്
വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം ലഭിക്കും. കൈസർക്കുള്ളവർ കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. കൈസർക്കുള്ളതെന്ന് പറഞ്ഞാൽ അന്ന് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണമായിരുന്നു. ഇന്ന് നമ്മളും കൊടുക്കുന്നില്ലേ? അത് നമ്മൾ എത്ര പ്രോംപ്റ്റായിട്ടാണ് കൊടുക്കുന്നത്, അതുപോലെ ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ക്രിസ്തുവാകുന്ന പാറമേൽ ദൈവം തൻ്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നു. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നമുക്ക് ഒരു പാട്ടൂടെ പാടിയിട്ട് നമുക്ക് യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമ്മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശു എൻ്റെ കൂടെ മതി. ഇരുളേറും രാത്രിയിൽ വഴിയെ തന്നറിയില്ല, തിരയുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമ്മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ. നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്ന ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്ന ഭയമില്ലേ. ബാക്കിയെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. സമയം പോലെ റിലാക്സ് ചെയ്ത് വായിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശരി. നമ്മൾ ഈ പുസ്തകം പ്രാർത്ഥിച്ച പ്രകാശനം ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് ആദ്യത്തെ കോപ്പി പ്രകാശനം ചെയ്യുമ്പോൾ നമുക്കൊരു നിമിഷം ഒന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഇത് എത്തുന്നവരിലേക്കെല്ലാം
ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടേണ്ടതിനായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവസഭയുടെ നടുവിൽ വെച്ച് പ്രകാശനം ചെയ്യുന്ന ഈ പുസ്തകം രാജ്യങ്ങളിലും പട്ടണങ്ങളിലും അനേകർക്ക് പ്രയോജനമാകുവാൻ, വീണ്ടും അനേക കോപ്പികൾ അച്ചടിക്കുവാൻ ആളുകൾ തിരക്കി വരത്തക്കവണ്ണമുള്ള നിലകളിലേക്ക് ദൈവം ഇതിനെ മാറ്റേണ്ടതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഇന്നർ സർക്കിൾ, ആന്തരിക വൃത്തം എന്ന് പറയുന്ന ഈ പുസ്തകം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇത് പ്രകാശനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹമായി അനേകരിലേക്ക് എത്തുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവം ഓർത്തി നടക്കണം, നന്മയാക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ പപ്പ മുന്നോട്ട് വരും. ആ പുസ്തകം ആദ്യത്തെ പ്രതി വാങ്ങിക്കൊണ്ട് ഇത് പ്രകാശനം ചെയ്യും.